ഏറെ കോളിളക്കം സൃഷ്ടിച്ച മൈസൂർ പാരമ്പര്യ വൈദ്യൻ ഷാബ ഷെരീഫിന്റെ കൊലപാതക കേസ് കോടതി ഇന്ന് പരിഗണിക്കും. മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. അന്തിമവാദം പൂർത്തിയായ കേസിൽ എന്ന് വിധി പറയും എന്ന് നമുക്ക് ഇന്നറിയാം. ബിപിൻ സി വിജയൻ ചേരുന്നു മലപ്പുറത്തുനിന്ന്. ബിപിൻ, പറയൂ. മൃതദേഹാവശിഷ്ടങ്ങൾ പോലും ലഭിക്കാത്ത ഒരു കേസിൽ വിചാരണ പൂർത്തിയായിരിക്കുന്നു എന്നുള്ളത് കേരളത്തിൽ തന്നെ അപൂർവമായി മാത്രം സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഷാബ ഷെരീഫ് വധക്കേസിൽ ഇന്ന് മാർച്ച് 3-നകം അതിൽ ഒരു അന്തിമ വിധി ഉണ്ടാകണം എന്നുള്ളത് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. അപ്പോൾ എന്നായിരിക്കും ഈ വിധി പുറപ്പെടുവിക്കുക എന്നതിനെ സംബന്ധിച്ച് ഇന്ന് മഞ്ചേരി കോടതിയിൽ നിന്ന് ഒരു വ്യക്തത ഉണ്ടാവുകയും ചെയ്യും. അതിൻ്റെ വാദപ്രതിവാദങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. 1 വർഷത്തോളം നീണ്ടുനിന്ന വിചാരണ നടപടികളായിരുന്നു ഉണ്ടായിരുന്നത്. 80ഓളം സാക്ഷികളെ കേസിൽ വിസ്തരിക്കുകയും ചെയ്തിട്ടുണ്ട്. 2019 മൈസൂരിൽ നിന്ന് ഷാബ ഷെരീഫ് എന്നുള്ള ഒറ്റമൂലി വൈദ്യനെ നിലമ്പൂരിലെ മുക്കട്ട എന്നുള്ള പ്രദേശത്തേക്ക് എത്തിച്ച് ഷെയ്ബിൻ അഷറഫും സംഘവും വീട്ടിൽ 1 വർഷത്തോളം പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തി മൃതദേഹാവശിഷ്ടങ്ങൾ ചാലിയാർ പുഴയിൽ തള്ളി എന്നുള്ളതാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവമുള്ളത്. എന്നാൽ ഈ മൃതദേഹമോ അതിൻ്റെ അവശിഷ്ടങ്ങളോ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയ തെളിവുകളാണ് ഈ കേസിനെ സംബന്ധിച്ച ഏറ്റവും നിർണായകമായിട്ടുള്ളത്. ഈ ഷെയ്ബിൻ അഷറഫ് എന്നുള്ള പ്രധാന പ്രതിയുടെ വാഹനത്തിൽ നിന്ന് ഷാബ ഷെരീഫിൻ്റെ മുടി കിട്ടിയതാണ് ഒന്നാമത്തെ പ്രധാനമായിട്ടുള്ള ഒരു തെളിവുള്ളത്. ഒപ്പം തന്നെ 7ാം പ്രതിയായിരുന്ന നൌഷാദ് മാപ്പ് സാക്ഷിയായി മാറിയിരുന്നു. ഇയാളുടെ മൊഴി വളരെ നിർണായകമാണ്. കാരണം ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു എന്നുള്ളതും കൊലപ്പെടുത്തി എന്നുള്ളതും നൌഷാദാണ് പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്. ഒപ്പം ഷാബ ഷെരീഫിന്റെ കുടുംബം ഈ ഷെയ്ബിൻ അഷറഫ് എന്നുള്ള 1ാം പ്രതിയെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തെളിവുകളാണ് പ്രധാനമായിട്ടും ഈ കേസിലെ ബലം കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ മാർച്ച് 3-ന് എന്തായിരിക്കും ഇതിന്റെ ശിക്ഷാവിധി എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത വരും. 15 പ്രതികളാണ് ഈ ഷാബ ഷെരീഫ് വധക്കേസിൽ ഉള്ളത്. എസ് കെ ബിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്.